الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله، ഉസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സഹാബി ഹാനി ഇബ്നു യസീദ് റളിയല്ലാഹു തആല അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി ബിശൈഇൻ യൂജിബു ലീ അൽ ജന്ന. നബിയെ, എനിക്ക് സ്വർഗം നേടിത്തരുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് അറിയിച്ചു തന്നാലും. എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാകണം, അതിന് പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു തന്നാലും. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാനി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, തീബുൽ കലാം വബദ്ലുസ് സലാം വഇത്ആമുത് തആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൗമ്യവും നല്ലതുമായ വാക്കുകൾ സംസാരിക്കുക, അതാണ് തീബുൽ കലാം. അതേപോലെ മറ്റുള്ളവർക്ക് സലാം നൽകുക, അങ്ങനെ പറഞ്ഞാൽ അതിനെ പ്രചരിപ്പിക്കുക, സലാം എത്തിക്കുന്ന ആളാവുക, സലാം ധാരാളമായി പറയുന്ന ആളാവുക, അങ്ങനെ പറഞ്ഞാൽ മടക്കുന്നവരും. അതുപോലെ മൂന്നാമതായി പറഞ്ഞത് വഇത്ആമുത് തആം, ഭക്ഷണം നൽകുന്ന ആളുമായി താങ്കൾ മാറുക, എങ്കിൽ താങ്കളെ അവ സ്വർഗത്തിലേക്ക് നയിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം എന്ന റബ്ബിന്റെ മതം, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഒരു മനുഷ്യന്റെ നാവിനെ സംസ്കരിച്ചെടുക്കുക എന്നതാണ്. ഒരു വ്യക്തിയുടെ വാക്കുകൾ നന്നാകുമ്പോൾ അവന്റെ ജീവിതം തന്നെ പ്രകാശമുള്ളതാകും. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്, ഏറ്റവും നല്ല കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്താണ്, വചനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കലിമത്തിനെ വിശേഷിപ്പിച്ചത് കലിമത്തൻ ത്വയ്യിബ എന്നാണ്, നല്ല വാക്ക് എന്നാണ്. നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ആ നല്ല ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ടാണ് ഒരാൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പ്രവേശിച്ച ശേഷമുള്ള അവന്റെ ജീവിതത്തിലെ ഓരോ വാക്കുകളും അയാൾ ആദ്യം പറഞ്ഞ ആ പരിശുദ്ധമായ വചനത്തിന്റെ കലിമത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നതായിരിക്കണം. അവയെല്ലാം തന്നെ നല്ലതും സത്യസന്ധവുമായിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഏറ്റവും അധികം നമ്മൾ ഭയപ്പെടുന്നതും ഏറ്റവും അധികം പ്രയാസം നിറഞ്ഞതുമായ ഒരു ലോകം നരകത്തിൻ്റെതായതിനാൽ ആ നരകത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന സുപ്രധാന വിഷയങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഏറ്റവും നന്നായി പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയം നല്ല വാക്കുകൾ പറയുക എന്നതാണ്. നല്ല വാക്കുകൾ പറയുക. നോക്കൂ, നല്ല വാക്കുകൾ പറഞ്ഞാലുള്ള മെച്ചെന്താ? അത് നരകമോചനത്തിന്റെ കാരണമാണ്. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഒരു നല്ല വാക്കിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വിലയുണ്ട്. അത് നരകത്തിൽ നിന്ന് നമ്മെ കാക്കുന്ന ഒരു പരിചയായി, ഒരു മറയായി മാറിയേക്കാം. ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്നഹു ദക്കറ അന്നാറ
عن رسول الله صلى الله عليه وسلم أنه ذكر النار فتعوذ منها وأشاح بوجهه 3 مرار ثم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ സംബന്ധിച്ച് സംസാരിച്ചു. എന്നിട്ട് അവിടുന്ന് മുഖം തിരിച്ചുകൊണ്ട് അതിൽ നിന്ന് അഭയം തേടി. അങ്ങനെ 3 തവണ അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു. ശേഷം അവിടുന്ന് പറഞ്ഞു, ഇത്തഖുന്നാർ, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. എങ്ങനെ? വലൗ ബിശിഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീള്, ഒരു കഷ്ണം, ഒരു കീർ, ഒരു പീസ് അത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ തൊട്ടുകാക്കുക. ഫഇല്ലം തജിദൂ ഫബികലിമത്തിൻ ത്വയ്യിബ, ഫബികലിമത്തിൻ ത്വയ്യിബ. ഇനി അതൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒന്നും നിങ്ങളെ കയ്യിൽ കൊടുക്കാനില്ലെങ്കിൽ, ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ 1016 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ് കലിമത്തൻ ത്വയ്യിബ. അല്ലെങ്കിൽ ഈ ഹദീസ് അനുസരിച്ച് ഒരു നല്ല വാക്ക്. അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വാക്കിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, അൽ കലിമത്തു സ്വാദിഖത്തുൽ ഹസനത്തുല്ലത്തി തബ്ഉദു അനിസ് സയ്യിആത്ത് വൽ ഖീലി വൽ ഖാലി വൽ കദിബ്. വളരെ വിശാലമായ തലങ്ങളിലൂടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ തിന്മ, ഏഷണി, നുണ, അതുപോലെ കാലകീലകൾ എന്നിവയിൽ നിന്ന് വളരെ അകലെയുള്ള സത്യവും നല്ലതുമായ ഒരു വാക്കാണ്. അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട ഒരു വാക്കാണ്. അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു നല്ല വാക്ക്. ഒരു പക്ഷേ ആ നല്ല വാക്ക് കാരണത്താൽ ഒരു വ്യക്തിക്ക് നരകത്തിൽ നിന്ന് മോചനം നേടാൻ കാരണമായേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിക്കുന്നതാണ്. അതായത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന വല്ല വിഷയത്തിലും അകപ്പെട്ടുപോയൊരു അടിമക്ക് അവൻ പറയുന്നൊരു നല്ല വാക്ക് ഒരു പക്ഷെ അത് പ്രായശ്ചിത്തമായി വന്നേക്കാം. അത്രയേറെ ശക്തിയുണ്ട് നല്ല വാക്കുകൾക്ക്. പ്രിയമുള്ളവരെ, നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉണങ്ങിയ കാരക്കയുടെ കഷ്ണം പോലും കൈവശമില്ലാത്തവനോട് ലോകരുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് രക്ഷ നേടാനാണ്. റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നരകമോചനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നല്ല വാക്ക് പറയുക എന്നത്. അതുപോലെ തന്നെയാണ് സ്വർഗപ്രവേശനത്തിന്റെയും. ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് അതാണ്, അതിനി ഞാൻ ആവർത്തിക്കുന്നില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമല്ല, ഒരു പ്രധാനപ്പെട്ട മാധ്യമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്തിനെയാണ്? തീബുൽ കലാം, നല്ല സംസാരത്തെയാണ്. സ്വർഗപ്രവേശനത്തിന് മാത്രമല്ല, അതിലെ ഉന്നതമായ പദവികൾ നേടാൻ, സ്വർഗത്തിലെ പദവികൾ അതിൽ ഓരോ ദിവസവും വർധനവുണ്ടാകാൻ, അതിനൊക്കെ നല്ല വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അവിടുന്ന് പറയാണ്, ഫഖാല ലിമൻ ഹിയ, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഖുറഫൻ തറാ ബുതൂനുഹാ തുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ളുഹൂരിഹാ. തീർച്ചയായിട്ടും സ്വർഗത്തിൽ ചില അറകളുണ്ട്, മുറികളുണ്ട്. അവയുടെ പുറംഭാഗം അകത്ത് നിന്നും അകത്തളങ്ങൾ പുറമെ നിന്നും കാണാവുന്നതാണ്. ഫഖാമ അഅറാബിയ്യുൻ, അപ്പോൾ ഒരു അറാബി, ഗ്രാമീണനായ അറബി ബദു എഴുന്നേറ്റെന്ന് ചോദിച്ചു. ഫഖാല ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, നബി ആർക്കുള്ളതാണ് ആ സ്വർഗത്തിലെ മുറികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അതാബൽ കലാം, ലിമൻ അതാബൽ കലാം, നല്ലത് സംസാരിച്ചവർക്ക്, നാക്കിനെ നന്നാക്കിയവർക്ക്, വാചകത്തെ ശുദ്ധമാക്കിയവർക്ക്, ഭക്ഷണം നൽകിയവർക്ക്, നോമ്പ് നോറ്റവർക്ക്, സ്ഥിരമായി നോമ്പ് നോറ്റവർക്ക്, ജനങ്ങളെല്ലാം ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചവർക്ക്. അതിൽ ഒന്നാമതായി മുഹമ്മദ് നബി എണ്ണിയത് വാക്കിനെ നന്നാക്കിയവർക്കുള്ളതാണ് സ്വർഗമല്ല, സ്വർഗത്തിൽ ലഭിക്കുന്ന അറകൾ, മുറികൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൗമ്യവും നല്ലതുമായ വാക്കുകൾ സംസാരിക്കാൻ, ഒരിക്കലും അസഭ്യം, ചീത്ത, ഉപദ്രവകരമായ, മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന വാക്കുകൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നത് നരകമോചനത്തിന് കാരണമാകുന്നത് പോലെ തന്നെ സ്വർഗപ്രവേശനത്തിന്റെ കാരണങ്ങളിൽപ്പെട്ടാണ്. ശരിക്കും ഇങ്ങനെ ആലോചിച്ച എത്ര ചെറിയ കാര്യം ഇപ്പൊ നമ്മൾ ഈ മെമ്പർമെന്ന് പറയണത്. പക്ഷെ അധിക ആളുകളുടെയും പ്രശ്നം എന്തറിയോ?
ആളൊക്കെ നല്ലതാ, പക്ഷെ അവന്റെ നാവ് നല്ലതല്ല എന്നാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, ഉംറയുണ്ട്, തിലാവത്തുൽ ഖുർആനുണ്ട്, ആള് കാര്യപ്പെട്ട ആളാണ്, പക്ഷെ തൊള്ള തുറക്കാൻ പറ്റൂല, വളരെ മോശമായ സംസാരാണ് എന്ന് പലപ്പോഴും ആളുകളെ കുറിച്ച് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. വല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഒരുവിധം ആയത്തുകളും ഹദീത്തുകളും അസറുകളും അതുപോലെ ഇമാമുകളുടെ അഖ്വാലുകളും ഈ വിഷയത്തിൽ വന്നത് നമ്മൾ വായിച്ചാൽ സുബ്ഹാനക അലീം, ഒരു വാക്കുപോലും മിണ്ടാതിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചു പോകും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അതിന്റെ കേന്ദ്രസ്ഥാനമാണ് ഈമാൻ, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വിശ്വാസം. അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചിന്തകളും ഈ ഈമാനിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഞാൻ പറയുന്നത്, ഈമാനിന്റെ പൂർണ്ണത വെളിവാക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അവന്റെ സംസാരം. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ മാത്രമല്ല, ഒരു മുഅ്മിൻ, ഈമാനുള്ള ഒരുത്തന്റെ ഈമാനിന്റെ കമാലിയത്തിന്, അതിന്റെ പൂർണ്ണതക്ക് അനിവാര്യമായും അവനിലുണ്ടാകേണ്ട വസഫുകൾ, ഗുണങ്ങളിൽപ്പെട്ടതാണ് അവന്റെ സംസാരം നന്നാകുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ല, മിമ്പറുമ്പിൽ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, ഈ ഹദീത്ത് ഞാൻ അങ്ങനെ തുടങ്ങി വെക്കുമ്പോ തന്നെ ബാക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും, അത്ര മശ്ഹൂറായ ഹദീത്ത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 6475, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 47ാമത്തെ നമ്പറായി ഉദ്ധരിച്ച ഹദീത്താണ്, മുത്തഫഖുൻ അലൈഹിയാണ്. നബി പറയാണ്, എന്ത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ബാക്കി ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും, മനസ്സിലായി. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഈമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർക്കാനുകളിൽ ഒന്നാണ് അല്ലാഹുവിലുള്ള വിശ്വാസം, മറ്റൊന്നാണ് ഖിയാമത്തിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. ഈ ഈമാനികമായ അർക്കാനുകളിൽ ഒരുത്തൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറാ, അപ്പോൾ അവൻ നല്ലത് പറയട്ടെ, അല്ലാഹുക്ക് തൃപ്തിപ്പെട്ടത് മാത്രം പറയട്ടെ. ഔ അല്ലെങ്കിലോ ലിയസ്മുത്, മിണ്ടാതിരിക്കട്ടെ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാണെങ്കിൽ നല്ലത് പറയാ, അല്ലെങ്കിലോ മിണ്ടാതിരിക്കാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ ഹദീസ്, ഈ മശ്ഹൂറായ ഹദീസ്, ഈമാനും നമ്മുടെ നാവും അല്ലെങ്കിൽ ഈമാനും നമ്മുടെ സംസാരവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് വരച്ചു കാണിക്കുന്നത്. യഥാർത്ഥ ഈമാനുള്ള ഒരു വ്യക്തിക്ക് തന്റെ നാവിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടുവിക്കാൻ കഴിയില്ല. പൂർവികരായ മഹത്തുക്കളെ തൊട്ട് കാണാം. നമ്മൾ പറയില്ലേ, മലയാളത്തിലൊക്കെ ചില പഴഞ്ചൊല്ലുകളില്ലേ, എന്നതുപോലെ പൂർവികരായ മഹാത്മാക്കളായ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ, സ്വഹാബത്തും താബികളും തബഉ താബിങ്ങളുടെ വിവിധ തൊബഖകളിൽപ്പെട്ട മഹാന്മാരൊക്കെ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതിലൊരു വളരെ വളരെ പ്രസിദ്ധമായ ഒരു വാക്കെന്തറിയോ? ഒരു വിശ്വാസി, ഒരു ബുദ്ധിമാനായ മുഅ്മിൻ, അവന്റെ നാവ് അവന്റെ ഖൽബിന്റെ പുറകിലാണ്. അവന്റെ ഖൽബിന്റെ പുറകിലാണ്. കാരണം ആദ്യം ആലോചിക്കും, എന്നിട്ടേ അവൻ പറയുള്ളൂ എന്നാണ്. എന്നാൽ ബുദ്ധിയില്ലാത്ത വിവരദോഷിയായ തമ്മാടിയായ ഒരുത്തന്റേതാകട്ടെ, അവന്റെ നാവിന്റെ മുമ്പിൽ, അവന്റെ ഖൽബിന്റെ മുമ്പിലാണ് അവന്റെ നാവ്. അവൻ ആദ്യം പറയും, ഷോ പിന്നെയാണോ ആലോചിക്കുള്ളൂ, പക്ഷെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. പലപ്പോഴും ഈ ഹദീത്ത് വായിക്കുമെന്ന് എനിക്ക് തോന്നാറുള്ളത്, റബ്ബ് ഇതിനെ കുറിച്ചാണോ നമുക്ക് തോന്നേണ്ടത് ഉണ്ട്, ഇത് നമ്മളെ കുറിച്ചാണോ അല്ലേ എന്നുള്ളത്. ഈ അസറുകൾ വായിക്കുമ്പോൾ എത്ര വരികൾ എന്നറിയാങ്ങനെ. അതുകൊണ്ട് ബുദ്ധിമാൻ അങ്ങനെയാണ്, അള്ളാഹനെ ഭയപ്പെടുന്നവരങ്ങനെയാണ്. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ആലോചിക്കും. അത് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും ഉമ്മയോടായാലും മക്കളോടായാലും സുഹൃത്തുക്കളോടായാലും ഏത് മനുഷ്യരോടായാലും ആദ്യം ആലോചിക്കും, ഇത് ഇസ്ലാം അനുവദിച്ചതാണോ, പറയാൻ പറ്റിയതാണോ, പറഞ്ഞാൽ ഖൈറുണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിലോ ലിയസ്മുത്, മൗനം പാലിക്കുന്ന. നമ്മളങ്ങനെയല്ല പോ, എവിടെയും കാണണം, പറയാനുള്ളതൊക്കെ പറയും, പിന്നെ ഇങ്ങനെ തലമ കൈവെക്കും, പഠിച്ച റബ്ബേ വേണ്ടിയില്ലായിരുന്നു, അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു അല്ലേ. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ടെന്നറിയോ, നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും ഞാൻ പറഞ്ഞത് ഇപ്പൊ ആരും കേട്ടിട്ടില്ലല്ലോ എന്നാണ് നമ്മൾ ആലോചിക്കുക. ഞാൻ പറഞ്ഞത് ആരും കേട്ടിട്ടില്ലല്ലോ എന്നാണ്, അല്ലെ വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ എന്നാണ്.
എന്റെ നാവിൽ നിന്ന് വന്ന നമീമത്തും എന്റെ നാവിൽ നിന്ന് വന്ന കളവും എന്റെ നാവിൽ നിന്ന് വന്ന ഒയ്ബത്തും പരദൂഷണവും വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. സുബ്ഹാനക അദീം. ശരിക്കും നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഹൈറാകട്ടെ ഷർറാകട്ടെ തൽക്ഷണം രേഖപ്പെടുത്തുന്നുണ്ട് എന്നത് അള്ളാഹ് പറഞ്ഞതാണ്. അതിന് സാക്ഷികളായി മലായിക്കത്തുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് അള്ളാഹ് പറഞ്ഞതാണ്. 50-ാമത്തെ അധ്യായം സൂറത്ത് ഖാഫിന്റെ 18-ാമത്തെ ആയത്ത്. എന്താ ആയത്തുള്ളത്? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവൻ ഏതൊരു വാക്കുച്ചരിക്കുമ്പോഴും അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാവാതിരിക്കുകയില്ല. അതാണ് കിറാമൻ കാതിബീൻ, മാന്യന്മാരായ രേഖപ്പെടുത്തി വെക്കുന്ന മലായിക്കത്തുകൾ. യഅലമൂന മാ തഫ്അലൂൻ, അവര് പ്രവർത്തിക്കുന്നത് അവരറിയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവരറിയുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു തആല മറ്റ് ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു. മലായിക്കത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ. മൂന്നാമതൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക. അള്ളാഹു നേർവഴി മാത്രം തെരഞ്ഞെടുക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അതൊരു ആരാധനയായിട്ട് മാറിച്ചിരുന്ന സന്ദർഭത്തിൽ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മൗനം പാലിക്കൽ പോലും ഒരു ആരാധനയായി മാറും. തിന്മയിൽ നിന്ന് നാവിനെ പിടിച്ചു വെക്കുന്നതിലൂടെ, തിന്മയിൽ നിന്ന് വൃത്തികേടുകളെ തടഞ്ഞു വെക്കുന്നതിലൂടെ. اللهم إني أعوذ بك من شر سمعي ومن شر بصري ومن شر لساني ومن شر قلبي ومن شر مني. അല്ലാഹുവേ, എന്റെ കണ്ണാലുണ്ടാകുന്ന, കാതാലുണ്ടാകുന്ന, നാക്കാലുണ്ടാകുന്ന, കൽബിനാലുണ്ടാകുന്ന, ലൈംഗികാവയത്താൽ ഉണ്ടാകുന്ന ശർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു എന്ന് ഓരോ മുഅ്മിനിന്റെയും പ്രാർത്ഥനയിലുള്ളതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അത് അള്ളാന്റെ അടുക്കൽ പ്രതിഫലമായി മാറാനുള്ള സാഹചര്യമുണ്ട് എന്നർത്ഥം. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്ന ചില കാര്യങ്ങൾ. ഒരു മുഅ്മിനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ നല്ല വാക്ക് പറയുന്നവരാണ്. നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചാൽ നല്ല വാക്കിലൂടെയാണ്. സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നല്ല വാക്കിലൂടെയാണ്. ഈമാൻ ഒരാളിൽ എപ്പോഴാണ് കമാലിയത്ത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് ചോദിച്ചാൽ അവന്റെ വാക്കുകൾ നന്നാകുമ്പോഴാണ്. അപ്പൊ വാക്ക് നന്നാകുമ്പോഴാണ് ഒരു മനുഷ്യൻ അത് രണ്ട് ലോകത്ത് ഉപകാരപ്പെടുക. ചുരുക്കത്തിൽ ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ താക്കോൽ അവന്റെ നാവിലാണ്, അവന്റെ നാവിലാണ്. സൊഫാ മർവ ഒക്കെ എല്ലാവർക്കും പരിചയമുള്ള രണ്ട് കുന്നുകളാണ്. ഇന്നിപ്പോ നമ്മളെ കുന്നുകളെ കാണില്ലെങ്കിൽ പോലും ആ സൊഫയുടെ കുന്നിന്റെ മീതെ കയറിയിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അവിടുന്ന് തന്റെ നാവ് ഇങ്ങനെ പിടിച്ചു, ആളുകൾ കാണുകെ കേൾക്കെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ലിസാൻ ഇത്തഖില്ലാ, നീ അല്ലാഹനെ സൂക്ഷിക്കണം, അല്ലാഹനെ സൂക്ഷിക്കണം. എത്രത്തോളം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ കാണാം, നേരം പുലർന്നാൽ, ഹദീസ് സ്വഹീഹാണ്, സ്വീകാര്യോഗ്യമാണ്, നേരം പുലർന്നാൽ മനുഷ്യരുടെ അവയവങ്ങൾ മുഴുവനും നാവിനോട് കേണപേക്ഷിക്കും, ഇത്തഖില്ലാഹ ഫീനാ, നീ ഞങ്ങളുടെ കാര്യത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ, നാവേ നീ അല്ലാഹനെ സൂക്ഷിക്കണേ. കാരണം നീ നേരെ നിന്നാൽ ഞങ്ങളും നേരെ നിന്നു, നീ വളഞ്ഞാൽ ഞങ്ങളും വളഞ്ഞു എന്നാണ്. വല്ലാത്തൊരു വാക്കാണ്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ വല്ലാഹു അലം, ഹദീസാണ്, സ്വഹീഹാണ്, വഹിയാണ്, സമിഅനാ വഅതഅനാ. കാര്യം മനസ്സിലാക്കുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രത്തോളം വെച്ചാൽ വന്യമൃഗത്തെ തൊട്ട് സൂക്ഷ്മത പാലിക്കുന്നതിനെ കുറിച്ച് പറയുന്നിടത്തൊരു സ്വഹാബി പറഞ്ഞത് നാവ് ഒരു വന്യമൃഗമാണ് എന്നാണ്. നാവ് കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ എത്ര നിരങ്ങള്. നാവ് കൊണ്ട് ആറ്റം ബോംബിനേക്കാൾ മാരകമായ ശേഷിയാണ് നാവിൽ നിന്ന് പുറത്തു വരുന്ന പല വാക്കുകൾക്ക്. ഹിരോഷിമ, നാഗസാക്കി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ വീണ്ടും പുനരുജ്ജീവിതം ഉണ്ടായി. എന്നാൽ പല ഗീബത്തുകളാലും മനുഷ്യരാശി നശിച്ച് മണ്ണടിഞ്ഞു പോയെടുത്ത് പിന്നീട് ഒരു പുനരുദ്ധാനം ഉണ്ടായിട്ടില്ല. അത്ര മനുഷ്യനെ തകർക്കാനുള്ള കഴിവ് മനുഷ്യന്റെ നാവിനുണ്ട്. അതുപോലെ വളർത്താനുള്ള കഴിവുണ്ട്.
അള്ളാഹു നമ്മുടെ നാവ് നന്നാക്കി തീർക്കുവാനാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല കൽപ്പിക്കുന്നത് വളരെ ഗൗരവമേറിയൊരു ഉപദേശം. ഈ വാക്കിനെയും നാക്കിനെയൊക്കെ മുൻനിർത്തിയിട്ട് അള്ളാഹു പറഞ്ഞ വാക്കെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. വിശ്വാസികളെ, മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ഖൗലൻ വഖൂലു ഖൗലൻ സദീദാ, ശരിയായ വാക്ക് നിങ്ങൾ പറയുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, എന്താണ് ഖൗലുൻ സദീദ് എന്ന് പറഞ്ഞാൽ? പ്രമുഖരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ച മഹാരഥന്മാരെല്ലാം അതിന് നൽകിയ വിശദീകരണങ്ങൾ ധാരാളമായി കാണാം. അതിനകത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം, നേർക്ക് നേരെയുള്ള വക്രതയില്ലാത്ത സംസാരം, അത് ഖൗലുൻ സദീദാണ്. സത്യസന്ധവും നീതിയുക്തവുമായ വാക്കുകൾ, അത് ഖൗലുൻ സദീദാണ്. ദുരുദ്ദേശങ്ങളോ കുത്തുവാക്കുകളോ പരിഹാസമോ ഇല്ലാത്ത സംസാരം, അത് ഖൗലുൻ സദീദാണ്. നന്മയും പുണ്യവും ഉൾക്കൊള്ളുന്ന സംസാരം, അത് ഖൗലുൻ സദീദാണ്. ഇമാം ഇബ്നു ജരീർ അത്ത്-തബരി, ആദ്യത്തെ പ്രമുഖ മുഫസ്സിർ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ തഫ്സീർ അത്ത്-തബരിയിൽ ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം മുജാഹിദ് ബിൻ ജബർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസിന്റെ ശിഷ്യനാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അൻ മുജാഹിദിൻ വഖൂലു ഖൗലൻ സദീദ, ഐ സദ്ദാദൻ, നേർക്ക് നേരെയുള്ള വാക്കുകളാ ഖൗലുൻ സദീദ്. അങ്ങനെ പറഞ്ഞാൽ ഖൗലൻ മുസീബൻ ലിൽ ഹഖ് മുസ്തഖീമൻ അദ്ലൻ ലാ ഇവ്ജാജ ഫീഹി വലാ ബാതിൽ, സത്യത്തെ കൃത്യമായി എത്തിക്കുന്ന നേരായതും വളവില്ലാത്തതുമായ നീതിയുള്ള ഒരു തരത്തിലുമുള്ള വളവോ തെറ്റോ കള്ളമോ ഇല്ലാത്ത വാക്ക്, നേരെ ഉള്ള സംസാരം. അതായത് അതിനിടയിലൊന്നും കുത്തലും തോണ്ടലും മുള്ളും മുനിയൊന്നും ഉണ്ടാവില്ല. എന്നൊരു ഭർത്താവ് ഭാര്യനോട് സംസാരിക്കുമ്പോൾ പോലെ കാണാം മുള്ളും മുനി ഉണ്ടാവില്ല ഇടയിൽ. ഒരു ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മൂർച്ചേറിയ മുള്ളുകൾ ഉണ്ടാകും. അതിങ്ങനെ കുത്തി വലിക്കും. ശരിയാക്കി തരാം, അടുത്ത ചാൻസ് കിട്ടട്ടെ എന്ന് അപ്പൊ മൂപ്പര് മനസ്സിലാക്കുക. വല്ലാഹുൽ മുസ്തആൻ. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ മനുഷ്യന്മാര് നിസ്കരിക്കുന്നവരെ കുറിച്ച് ഞാൻ പറഞ്ഞത്, അല്ലാത്തവരെ കുറിച്ച് ചർച്ചയല്ലല്ലോ. നമ്മളെ ആളുകളുടെ സംസാരത്തിന്റെ രീതിയാണത്. മഹാനായ ഇക്രിമ റഹിമഹുല്ലാ, അദ്ദേഹം പ്രമുഖനായ മുഫസ്സിറാണ്, താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, വഖൂലു ഖൗലൻ സദീദ് എന്ന് പറഞ്ഞാൽ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖൗലൻ സദീദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയും അതിന് തഫ്സീർ നൽകപ്പെട്ടു, അതും ശരിയാണ്. മഹാനായ ഇമാം സഅദി പറഞ്ഞൊരു വാചകം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. യഅ്മുറു തആല അൽ മുഅ്മിനീന ബിത്തഖ്വാ في جميع أحوالهم في السر والعلانية ويخص منها ويندب للقول السديد. ഇവിടെ അല്ലാഹു എല്ലാ സാഹചര്യങ്ങളിലും സ്വകാര്യമായും പരസ്യമായും തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, ഭയപ്പെടാൻ, തഖ്വ പാലിക്കാൻ മുഅ്മിനീങ്ങളോട് നിർദ്ദേശിക്കുകയാണ് ഈ ആയത്തിൽ. എന്നിട്ടോ അതിൽ പ്രത്യേകമായി അല്ലാഹു പറഞ്ഞു ഖൗലൻ സദീദാ, ശരിയായ വാക്ക്, നേരായ വാക്ക്, ചൊവ്വായ വാക്ക് പറയാൻ അള്ളാഹു പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അതിൽ ഒന്നുകൂടി വിരിക്കണം, വഹുവ അൽ ഖൗലുൽ മുവാഫിഖു ലിസ്സവാബ് അവൽ മുഖാരിബു ലഹു عند تعذر اليقين من قراءة وذكر وأمر بمعروف ونهي عن منكر وتعلم علم وتعليمه والحرص على إصابة الصواب في المسائل العلمية وسلوك كل طريق يوصل لذلك وكل وسيلة تعين عليه. ആകത്തുക പറഞ്ഞാൽ ശരിയായ വാക്ക് പറയാൻ ഉപദേശിക്കണം. ശരിയായ വാക്ക് സവാബൻ, ചൊവ്വായത്, നേരായത്. അതായത് ഖുർആൻ പാരായണം ചെയ്യുക, ദിക്ർ ചൊല്ലുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, മതവിധികൾ, ദീനിന്റെ അഹ്കാമുകൾ, ശരീഅത്തുകൾ പറയുമ്പോൾ പരമാവധി അത് ശരിയാക്കാൻ ശ്രദ്ധിക്കുക. ശരിയായ മസ്അല പറയുക, അറിവ് നേടാനുള്ള എല്ലാ മാർഗങ്ങളും പ്രയോജനപ്പെടുത്തുക. എന്നിവയെല്ലാം ഖൗലൻ സദീദ എന്നതിൽ ഉൾപ്പെടുമെന്നാണ്. അല്ലാഹു അക്ബർ. ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടി, വമിനൽ ഖൗലിസ് സദീദ്, ശരിയായ വാക്ക് പറയുന്നതിന്റെ ഭാഗമാണ്, ഖൗലു സദീദിന്റെ ഭാഗമാണ് ലീനുൽ കലാമി വലുത്ഫുഹു ഫീ മുഖാതബത്തിൽ അനാം വൽ ഖൗലുൽ മുതദമ്മിനു ലിന്നുസ്ഹി വൽ ഇശാറ ബിമാ ഹുവൽ അസ്ലഹു. ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ, ഞാനിത് പറയുന്നത് ഇത് നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടാണ്, ആ ഭാഗം പ്രത്യേകം.
ആളുകളുമായി അഭിമുഖത്തിൽ ഏർപ്പെടുമ്പോൾ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ എങ്ങനെ സംസാരിക്കണം? ദയയോടെയും സൗമ്യതയോടെയും സംസാരിക്കണം. ലീനും ലുത്തുഫുണ്ടാകണമെന്ന്. ലീൻ, സൗമ്യത, ലുത്തുഫ്, ദയ, കാരുണ്യം എല്ലാം കറഞ്ഞൊരു വാക്കാണത്. അത് അങ്ങേറ്റത്തെ മൃദുലത വേണമെന്ന്. മാത്രമല്ല സംസാരത്തിൽ ആത്മാർത്ഥത പുലർത്തണം. കൂടുതൽ ഉചിതവും ശരിയായതും ചെയ്യാൻ ആളുകൾ ഉപദേശിക്കുക. ഇതൊക്കെ ഖൗലൻ സദീദ എന്നതിൽപ്പെട്ടതാണെന്ന്. അല്ലാഹു അക്ബർ കബീറ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുഅ്മിനുകൾ എന്ന നിലക്ക് നമ്മുടെ സംസാരത്തിൽ പാലിക്കേണ്ട എല്ലാ മര്യാദകളും ഈ ഒരൊറ്റ പദത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഖൗലൻ സദീദ. കളവ് പറയാനോ പരദൂഷണം പറയാനോ ഏഷണി പറയാനോ മറ്റുള്ളവരെ പരിഹസിക്കാനോ പാടില്ല. അവന്റെ വാക്കുകൾ സ്പഷ്ടവും സത്യസന്ധവുമായിരിക്കണം. എത്രത്തോളം വെച്ചാൽ ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പറയുന്ന നിഫാഖിന്റെ കാപട്യത്തിന്റെ സ്വഭാവം ഒരു മുഅ്മിന് ചേർന്നതല്ല. അവന്റെ അകവും പുറവും ഒരുപോലെ ആയിരിക്കണം. അതാണ് ഖൗലൻ സദീദ. അല്ലാഹു തആല അങ്ങനെ ശരിയായത് പറയുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. ഈ കൽപ്പനകളൊക്കെ പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ വളരെ വലുതാണ്. അതായത് ഖൗലൻ സദീദ, നേരായ വാക്ക് ഒരാൾ ജീവിതത്തിൽ പാലിച്ചാൽ, അയാളുടെ വാക്ക് നന്നാക്കിയാൽ, നിലപാട് ശരിയായാൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ തൊട്ട് ആയത്തിൽ തന്നെ അള്ളാഹു വിശദീകരിക്കണം. സൂറത്തുൽ അഹ്സാബിലെ അതിന്റെ ശേഷമുള്ള 71-ാമത്തെ ആയത്ത്, അതിൽ റബ്ബ് പറഞ്ഞ വാക്കെന്നറിയോ? യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. എങ്കിൽ നിങ്ങൾ ഖൗലൻ സദീദ പറഞ്ഞാൽ, അള്ളാഹുവിനെ തഖ്വ പാലിക്കുകയും നേരായ വാക്ക് നിങ്ങൾ പറയുകയും ചെയ്താൽ, അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ, അമലുകൾ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തുതരികയും ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ എത്രയേറെ ചിലപ്പോൾ ആലോചിച്ചാൽ എന്തിനാ നമ്മൾ വാക്ക് നന്നാക്കണം? വാക്ക് നന്നാക്കിയുള്ള മെച്ചം എന്തറിയോ? ഒന്ന്, നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു നന്നാക്കും പറഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, അള്ളാഹിന്റെ അടുത്ത് സ്വീകരിക്കുന്നതാണ്, അമലുകൾ സ്വീകരിക്കപ്പെടും. രണ്ട്, നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുന്നതാണ്. ഈ ആയത്തിൽ 2 മഹത്തായ വാഗ്ദാനങ്ങൾ അള്ളാഹ് പറയാം. ഒന്ന്, കർമ്മങ്ങൾ നന്നാക്കും. നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാന വിശാലാണ്. മഹാനായ ഹാഫിദ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ്, യുവഫിഖുഹും ലിൽ അഅമാലിസ് സാലിഹ. എന്താ മെച്ചെന്നറിയോ? അല്ലാഹു തആല അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നതാണ്. അത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒരു സൽക്കർമ്മത്തിൽ നിന്ന് മറ്റൊരു സൽക്കർമ്മത്തിലേക്ക് വരാനുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കും. എന്തുണ്ടായാൽ? തഖ്വ പാലിച്ചാൽ, ഒപ്പം നാവ് നന്നാക്കിയാൽ, വാക്ക് നന്നാക്കിയാൽ. അത് വലിയൊരു ഭാഗ്യമാണ്. പ്രിയമുള്ളവർ, വാക്ക് നന്നായാൽ പ്രവൃത്തിയും നന്നാകുമെന്നാണ് ഈ തഫ്സീറിൽ നിന്ന് വിശദീകരിക്കപ്പെടുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ വാക്ക് നന്നായാലേ പ്രവൃത്തി നന്നാവും. രണ്ടും അഭേദ്യമായ ബന്ധമുണ്ട്. ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അവന്റെ ഖൽബുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ല. നിങ്ങൾ വിചാരിക്കും മിമ്പർമെന്ന് ഇന്നത്തെ രാവിലത്തെ പത്രത്തിലെ ഏതെങ്കിലും കട്ടിങ് കൊണ്ട് അങ്ങനെ കുറെ മിമ്പർമ കയറുന്ന ആൾക്കാരുണ്ട്. ഇല്ല, അങ്ങനെയല്ലത്. ഇത് ആയത്താണ്, ഹദീസാണ്, അസറാണ്, ഇബാറത്തുകളാണ്. നോക്കൂ, നബി പറഞ്ഞ വാക്കെന്തറിയോ? നമ്മുടെ ഖൽബും നമ്മുടെ നാവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് ഇന്നത്തെ രാവിലത്തെ മലയാള മനോരമയിലെ പത്ര കട്ടിങ് ഇവിടെ വായിക്കണല്ല. പിന്നെയോ, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരടിമയുടെയും ഹൃദയം നേരെയാകുന്നതുവരെ അവന്റെ ഈമാൻ നേരെയാവൂല. ഖൽബ് നേരെയാകുന്നത് വരെ ഈമാൻ നേരെയാകൂല. ഇനി അടുത്ത വാക്കെന്നറിയോ? അവന്റെ നാവ് നേരെയാകുന്നത് വരെ അവന്റെ ഖൽബും നേരെയാവില്ല എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ചേക്കും, ഖൽബിനും നാവിനും തമ്മിൽ ബന്ധമുണ്ടോ?
ബന്ധമുണ്ട്. പറയുമ്പോ ആലോചിക്കേണ്ടതുണ്ട്, നല്ലോണം ആലോചിക്കേണ്ട. എന്താ പറയണത്? നല്ലോണം ആലോചിക്കണം. ഈമാനിന്റെ ഭദ്രത, തൗഹീദിന്റെ ഭദ്രത, ഹൃദയത്തിന്റെ ഭദ്രതയെയും ഹൃദയത്തിന്റെ ഭദ്രത നാവിന്റെ ഭദ്രതയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാഹു അക്ബർ. മാത്രമല്ല, അയാൾക്ക് അല്ലാഹു തആല തൗഫീക്ക് കൊടുത്തോണ്ടിരിക്കും. അവസരങ്ങൾ ഇങ്ങനെ കിട്ടും നന്മ ചെയ്യാൻ. അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സംരക്ഷിക്കുകയും ആ കർമ്മങ്ങളെ ഫസാദിലാക്കുന്ന, നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവനെ തടയുകയും ചെയ്യും. അതാണ് ഇമാം സഅദി പറഞ്ഞത് യുസ്ലിഹ് ലക്കും അഅമാലക്കും എന്ന് പറഞ്ഞാൽ അതായത് യകൂനു ദാലിക സബബൻ ലിസ്വലാഹിഹാ വതരീഖൻ ലിഖബൂലിഹാ ലിഅന്ന ഇസ്തിഅമാല തഖ്വ തുതഖബ്ബലു ബിഹിൽ അഅമാൽ കമാ ഖാല തആല ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു നന്നാക്കി തരുമെന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളുടെ കർമ്മങ്ങൾ നീതിപൂർവമാകുന്നതിനും അല്ലാഹുവിങ്കൽ അത് സ്വീകരിക്കപ്പെടാനും കാരണമാകും. ഒന്ന് ശരിയാകും, രണ്ട് കബൂലിയത്തിനും കാരണമാകുന്നതാണ്. പൂർവികര് പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയോ? കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതല്ല പ്രശ്നം, അത് വലിയ പ്രശ്നമൊന്നുമില്ല, നിസ്കരിക്കലും നോമ്പൊലിക്കലും പണിയൊന്നുമില്ല. പൂർവികര് പറയാണ്, സലഫുസാലികൾ പറയാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹസനുൽ ബസ്രിയെ പോലുള്ളവരാണ്. എന്നാൽ ആ കർമ്മങ്ങളിൽ ഒരു കടുക് മണിത്തൂക്കമെങ്കിലും കബൂലാക്കിയോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രശ്നം. ഈ കബൂലിയത്തിന് നമ്മുടെ നാക്ക് നന്നാകണം എന്നാണ് ഈ ഹദീത്തും ആയത്തും അസറുകളും ഒക്കെ പഠിപ്പിക്കണം. നമ്മുടെ നാവ് നന്നാണ്. കാരണം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലൂടെ കർമ്മങ്ങൾ സ്വീകാര്യമാകും. അള്ളാഹ് പറഞ്ഞു, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് ആ വ്യക്തികൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകും. മാത്രമല്ല, അള്ളാഹു അവരുടെ കർമ്മങ്ങൾ നന്നാക്കി തീർക്കും. അവർക്ക് ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കും. അവർക്ക് അള്ളാഹു പ്രതിഫലം വർദ്ധിപ്പിക്കും. എന്നാൽ അള്ളാഹിനെ ഭയപ്പെടാതിരിക്കുകയും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് പറയാതിരിക്കുകയും ചെയ്താലോ ഈ പറഞ്ഞ സംരക്ഷണം അവർക്ക് ഉണ്ടാകില്ല എന്നുകൂടി അതിന്റെ കൂടെ ആര് പറയുന്നുണ്ട്? അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, പാപങ്ങൾ പൊറുക്കുന്ന. വാക്ക് നന്നായാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന, നമ്മുടെ വാക്കിന്റെ, നല്ല വാക്കിന്റെ മഹത്തായ പ്രതിഫലമാണത്. മാത്രമല്ല, ഭാവിയിൽ വല്ല തെറ്റുകളും സംഭവിച്ചാൽ ആ സംഭവിച്ച തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കാനുള്ള തൗഫീഖും അല്ലാഹു നൽകുമെന്നാണ്. ഇപ്പോഴുള്ളതിന് മാത്രമല്ല, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയണത്. ഇപ്പോഴുള്ളതിന് മാത്രമല്ല, ഭാവിയിൽ എന്തെങ്കിലും ഒരു തിന്മ സംഭവിച്ചാൽ പോലും ആ തിന്മയിൽ നിന്ന് മാറാനുള്ള തൗഫീഖ് ആര് കൊടുക്കും? അല്ലാഹു കൊടുക്കുന്നതാണ്. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ നടത്താനുള്ള അവസരം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നാശാണ്. 2 ഖുത്ബ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ റബ്ബത് കൊടുക്കണേ എന്ത് വേണം? അയാളുടെ വാക്ക് നന്നാകണം. വാക്ക് നന്നായാൽ റബ്ബ് നൽകും. അതാണ് ഇമാം സഅദി പറഞ്ഞ വാക്ക്, വയഗ്ഫിർ ലക്കും അയ്ദൻ ദുനൂബക്കും അല്ലതി ഹിയ സബബു ഫീ ഹലാകിക്കും ഫത്തഖ്വ തസ്തഖീമു ബിഹൽ ഉമൂർ വയൻദഫിഉ ബിഹാ കുല്ലു മഹ്ദൂർ വലിഹാദാ ഖാല വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. നിങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും അല്ലാഹു തആല. അതാണ് ഇമാം സഅദി പറഞ്ഞത്. അപ്പോൾ തഖ്വ എല്ലാ കാര്യങ്ങളെയും ശരിയാക്കും, എല്ലാ പ്രതികൂലതകളെയും തടയും. എന്നിട്ട് അദ്ദേഹം ആയത്ത് ഓതിയത്, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവൻ മഹത്തായ വിജയം നേടിയിരിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഈ 2 അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിലൂടെ ഒരു മുഅ്മിൻ ദുനിയവിലും ഉഖറവിയുമായ വിജയം നേടിയിരിക്കുന്നു എന്നതാണ് ഈ ആയത്തിന്റെ മാന. ഈ 2 ലോകവും അയാൾക്ക് കിട്ടുന്നു. ദുനിയാവിലും അയാൾ വിജയിക്കും ഇൻഷാ അല്ലാഹ്, ആഖിറത്തിലും അയാൾക്ക് വിജയിക്കും. അതിനയാൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അയാൾ തഖ്വ പാലിക്കണം, അയാളുടെ വാക്കിനെ ശരിയാക്കണമെന്നാണ്. പ്രധാനപ്പെട്ടത് ഖൗലൻ സദീദയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാക്കിനെ നേരെയാക്കാൻ, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടത് മാത്രം പറയാൻ, നല്ലത് മാത്രം ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ഇതിന്റെ ഇടയിൽ വിട്ട ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്താം. അതെന്താ വെച്ചാല് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മളിങ്ങനെ ചിലപ്പോ ചില ആൾക്കാരെ കുറിച്ചൊക്കെ പറയും, എനിക്കും സംഭവിക്കും, നിങ്ങൾക്ക് സംഭവിക്കും. ശരിക്കും ശ്രദ്ധിക്കണം. എനിക്കും പറ്റാറുണ്ട്, നിങ്ങൾക്കും പറ്റും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെ നമ്മുടെ നാവിൽ മറ്റൊരാളെ കുറിച്ച് പറയാതിരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകും എന്ന് ആലോചിച്ചാൽ, ഈ ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ചാൽ, അത് ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം. എന്ത് കിട്ടണം? സ്വർഗം കിട്ടണം. ഞാൻ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അതുവഴി എനിക്ക് സ്വർഗം കിട്ടൂല എന്നാണെങ്കിൽ പ്രിയമുള്ളവരെ ഒരിക്കലും പറയരുത്. ഒരിക്കലും പറയരുത്. ഞാൻ ഒരാളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? എനിക്കതുകൊണ്ട് സ്വർഗം കിട്ടണം. സ്വർഗം കിട്ടൂലെങ്കിലോ പിന്നെ നമ്മൾ പറയണ്ട.
ഒരാളെ കുറിച്ചും പറയണ്ട, ഒരു വ്യക്തിയെ കുറിച്ചും പറയണ്ട, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചും പറയണ്ട, മരിച്ചവരെ കുറിച്ചും പറയണ്ട. എപ്പോഴല്ലാതെ അയാൾ അഖീദക്കും മൻഹജിനും വിരുദ്ധമായി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തഹ്ദീറിന് വേണ്ടി, മുന്നറിയിപ്പിന് വേണ്ടി അയാൾ മുബ്തദിഅാണ്, അയാൾ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണ്, അയാൾ തമ്മാടിത്തം പറയുന്ന ആളാണ് എന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അതും നസീഹത്തോടു കൂടി. അല്ലാത്തടത്തോളം നമ്മൾ എന്ത് ചെയ്യണ്ട, പറയണ്ട. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാക്കും വാക്കും ശ്രദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് ഖുർറത അഈനായ മക്കളാക്കി അല്ലാഹു നമ്മളെ മാറ്റി തീർക്കുമാറാവട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമത അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.